ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടി കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അത് ഒന്ന് മാറ്റി വെക്കുക. ഇനി ആവശ്യത്തിന് വേണ്ടത് സവാള, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ആവശ്യത്തിന് വേണ്ടത്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി മസാലയായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല. ഇതൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കുക. ഒട്ടും ചൂട് കൂടി ബ്രൗൺ കളറാവുകയോ ഒന്നും ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, തക്കാളി, കുറച്ച് 2-3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നന്നായിട്ടത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് തനിയെ വെള്ളമെല്ലാം ഇറങ്ങി നമ്മുടെ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ചിക്കൻ കറിയായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ചിക്കൻ കറിയിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കറിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒപ്പം ലൈക്ക് ഒന്ന് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.